വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലെറ്റ്സ് ലേൺ വിത്ത് തൃശ്ശറിനിൽ. അപ്പോൾ ഇന്ന് നമ്മൾ വേറൊരു നല്ലൊരു നാടൻ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ കക്കയിറച്ചി ഫ്രൈ ആണ് നോക്കുന്നത്. ഇത് എൻ്റെ അമ്മയുടെ സ്പെഷ്യലാണ്, അമ്മ പഠിപ്പിച്ചു തന്നതാണ്. സോ നല്ലതായിരിക്കും, നല്ല നാടൻ ടേസ്റ്റ് ഉള്ളതാണ്. അപ്പോൾ കക്കയിറച്ചി ഇഷ്ടമുള്ളവരെല്ലാവരും ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് തീരുന്ന ഇതാണ്. വലിയ കക്കയിറച്ചി കൊണ്ടല്ല, ചെറിയ ചെറിയ കക്കയിറച്ചി കൊണ്ട് ചെയ്യുന്നതാണ്. സോ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് തൃശ്ശറിനിൽ നിന്നാണ്. ഡെയിലി കുക്കിംഗ് വീഡിയോസാണ് ഞാൻ ചെയ്യാറ്. സോ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിന് മുമ്പായിട്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, സബ്സ്ക്രൈബ് ചെയ്തേക്കുക, നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടി പ്രസ് ചെയ്തേക്കുക. സോ ലെറ്റ്സ് ജംപ് ഇൻ ടു ദ വീഡിയോ. നമ്മൾ ഇന്ന് ഇവിടെ എടുത്തിരിക്കുന്നത് ചെറിയ ഇനം കക്കയിറച്ചിയാണ്. സോ കക്കയിറച്ചി എന്ന് പറയുമ്പോൾ അറിയാം, അത് ഫിൽട്ടർ ഫീഡറാണ്. സോ നല്ല മണ്ണ് അതിൻ്റെ ഉള്ളിലുണ്ടാവും. അതുകൊണ്ട് നന്നായിട്ട് കഴുകുക, ഒരു 5-6 തവണ നന്നായി കഴുകുക. ഇനി കഴുകിയ ശേഷം നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം. അതിനായിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക് നടുവേ കീറിയതും കൂടി ഇട്ട് നന്നായിട്ട് നമുക്ക് വേവിക്കാം. വെള്ളം വറ്റണ വരെ വേവിക്കുക. കക്കയിറച്ചിക്ക് വേവുണ്ട്, നന്നായി വേവിക്കുക. ഇത് ഫിൽട്ടർ ഫീഡർ ആയതുകൊണ്ട് മണ്ണൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ടാവും, ബാക്ടീരിയാസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് വയറുവേനൊക്കെ ചാൻസ് ഉണ്ട്. സോ നന്നായിട്ട് അതിനെയൊക്കെ വേവിച്ച് കൊള്ളുക. ഇനി അടപ്പത്തിൽ വെളിച്ചെണ്ണ വെച്ചിട്ട് ഒരു 10 ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഓൾറെഡി കക്കയിറച്ചി ഉപ്പിട്ടാണ് വേവിച്ചത്. സോ ഇനി വഴറ്റുമ്പോൾ ഉപ്പ് ഇടണമെന്നില്ല, വേണമെങ്കിൽ ഇനി നോക്കിയിട്ട് ഇട്ടാൽ മതി. ഇനി ഉള്ളി ചെറുതായിട്ട് വഴന്ന് കഴിയുമ്പോൾ നമുക്ക് വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വെളുത്തുള്ളി നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ നമ്മുടെ നാടൻ സ്റ്റൈലാണല്ലേ, അപ്പോൾ കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇത് നന്നായി വഴണ്ട് കഴിയുമ്പോഴേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ വെച്ച് കാശ്മീരി പൗഡറും പെപ്പർ പൗഡറും, 1 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും, ഇതാണ് നമ്മുടെ മസാല. ഇതൊട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ അതിൻ്റെ ആ പച്ച കുത്തിലൊക്കെ മാറിക്കഴിയുമ്പോൾ എന്ത് ചെയ്യണം, ഒരു പിടി തേങ്ങ ചിരകിയതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി അതും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കക്കയിറച്ചി ഉണ്ടല്ലോ, അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് ചെക്ക് ചെയ്യാം, ഉപ്പ് വേണോ വേണ്ടെന്നൊക്കെ നോക്കുക. എരിവൊക്കെ എല്ലാവരും ആവശ്യത്തിന് ഇട്ടേക്കുക. ഇനി ഈ കക്കയിറച്ചി നമ്മൾ ഫ്രൈ ചെയ്യുകയാണല്ലേ, അപ്പോൾ നന്നായിട്ട് വരട്ടി കൊടുക്കും. ഈ വരട്ടനുസരിച്ച് നമ്മുടെ വെളിച്ചെണ്ണയിൽ കടുകിടുമ്പോൾ പൊട്ടൂലേ, അതേപോലെ നമ്മുടെ കക്കയിറച്ചി നന്നായിട്ട് പൊട്ടി 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 വരും. പൊട്ടി പൊട്ടി ചുറ്റുമൊക്കെ വീഴും. ഇപ്പോൾ ഗ്യാസിൽ കക്കയിറച്ചി കിടക്കണുണ്ട്, ഇതേപോലെ നന്നായിട്ട് പൊട്ടി പൊട്ടി വരണ്ട് വരും. സോ നമ്മുടെ കക്കയിറച്ചി റെഡിയായി. താങ്ക് യു.